ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല പ്രിയപ്പെട്ടവരെ. മാത്രമല്ല കർത്താവ് ഈ വചനത്തിലൂടെ വിശുദ്ധ ബൈബിളിലൂടെ നമ്മളെ പല വിധത്തില് ആശ്വസിപ്പിക്കുന്നുണ്ട്. കടബാധയാണെങ്കിലും രോഗബാധയാണെങ്കിലും മാനഹാനിയാണെങ്കിലും ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഈ ലോകത്തിൽ അനുഭവിക്കുന്ന ഏതൊരു ക്ലേശത്തിനും കർത്താവായ യേശു ക്രിസ്തു ശാശ്വതമായ പരിഹാരം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് പല്ലുവേദന ഉണ്ടാകുമ്പോൾ നാം പല്ലിന്റെ ഡോക്ടറെ കാണിക്കും, അത് സ്വാഭാവികമാണ്, അത് അങ്ങനെ തന്നെ ചെയ്യണം. എന്നാൽ നമുക്ക് കാലിന് വേദന ഉണ്ടാകുമ്പോൾ നാം അതുമായി ബന്ധപ്പെട്ട ഡോക്ടർമാരെയാണ് സമീപിക്കുക. അങ്ങനെയെങ്കിൽ നമ്മളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്ത ആ നല്ല ദൈവത്തിങ്കിലേക്കാണ് നാം ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ, ഒരു വിഷമത ഉണ്ടാകുമ്പോൾ ചെന്ന് ചേരേണ്ടത്. ദൈവം നമ്മളെ ആശ്വസിപ്പിക്കും, സഹായിക്കും, ശക്തിപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, ഞങ്ങളെ കേൾക്കുന്ന ഒരുപക്ഷെ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കണ്ടാവും, ഇവർക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടോ അല്ലെ എന്തോ സാമ്പത്തിക നേട്ടത്തിനോ അങ്ങനെ ഏതെങ്കിലും വിധത്തിലായിരിക്കാം ഇവർ ഈ മൈക്കിംഗ് കൊണ്ട് ഇങ്ങനെ പ്രസംഗിക്കുന്നതെന്ന്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങളുടെ കർത്താവ്, നമ്മുടെ കർത്താവ് ഇങ്ങനെ കൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ ലോകമൊന്നും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിൽ നിനക്ക് ദുരിതമെന്നാണ് പറഞ്ഞത്. കാരണം ഞങ്ങൾ അനുഭവിച്ച ഈ സന്തോഷം പൂഴ്ത്തിവെക്കുന്നവനായി നിങ്ങൾ എണ്ണപ്പെട്ടാൽ നിങ്ങൾക്ക് ദുരിതമെന്നാണ്. എന്നാൽ നിങ്ങൾ ലോകത്തിൽ പോയി സുവിശേഷം പ്രസംഗിക്കുകയാണെങ്കിൽ അവരെ പറ്റി പറയുന്നത് സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്രയോ സുന്ദരമെന്നും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ഞങ്ങൾ നിന്ന് കേട്ട വചനത്തെ ആസ്പദമാക്കി നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് ജ്വലിപ്പിക്കാൻ, വചനത്തോട് ചേർത്ത് വെക്കാൻ, നല്ല നല്ല മാധ്യമങ്ങളൊക്കെ വായിക്കാനും ജീവിതങ്ങൾ അതിനോട് ചേർത്ത് വെച്ചാൽ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാവും, ഐശ്വര്യവും ഉണ്ടാവും. മാത്രമല്ല ഈ ലോക ജീവിതം വിട്ട് നമ്മൾ നിശ്ചയമായും കടന്നു പോകേണ്ടവരാണ്. നമ്മുടെ അപ്പനപ്പൂപ്പന്മാരെ ഒരുപക്ഷെ അതിന്റെ വല്യപ്പന്മാരെല്ലാം കടന്നുപോയി, നമ്മളും തീർച്ചയായും കടന്നു പോകണം. അതുകൊണ്ട് ഒരു നിത്യതയെ പറ്റി ഒരുക്കമുള്ളവരായി ജീവിക്കാൻ നാം പരിശ്രമിക്കണം. യേശു കർത്താവ് പറയുന്നുണ്ട്, ഞാൻ രണ്ടാമത് വീണ്ടും വരുമെന്ന്. നല്ലതുപോലെ ദൈവഭയത്തോടു കൂടി ജീവിച്ചവരെ ദൈവം തീർച്ചയായും കൂട്ടിക്കൊണ്ടുപോകും. അതുകൊണ്ട് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതാൻ തക്കവണ്ണം ഭൂമിയില് ശാന്തമായും സമാധാനമായും ജീവിക്കാൻ പരിശ്രമിക്കണം. അതിന് ദൈവത്തിന്റെ ഒരായ പരിശുദ്ധാത്മാവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.